ഇന്ന് ഓസ്ട്രേലിയയിൽ പബ്ലിക് ഹോളിഡേ ആണ്. അൻസാക് ഡേ പബ്ലിക് ഹോളിഡേ. എന്താണ് അൻസാക് ഡേ? ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഉള്ള പട്ടാളക്കാർ സ്വന്തം ജീവൻ വെടിഞ്ഞതിൻ്റെ അവരെ അനുസ്മരിക്കുന്ന ദിവസമാണ് അൻസാക് ഡേ. പട്ടാളക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ചെയ്ത ത്യാഗത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടും അൻസാക് ഡേ പരേഡുണ്ട്. പിന്നെ ട്രഡീഷണലി അൻസാക് ഡേ ഫുഡുണ്ട്. അൻസാക് ഡേ ഫുഡ് എന്ന് പറയുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഒരു വെറൈറ്റി ഉണ്ട്. റം ചേർത്ത കോഫിയും ടീയും ഒക്കെ കുടിക്കുന്നതാണ്. പിന്നെ ട്രഡീഷണലി ഉള്ള ബേക്കൺ എഗ്ഗ്, അങ്ങനെയുള്ള അൻസാക് ഡേ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അൻസാക് ഡേ ബിസ്ക്കറ്റ്. പിന്നെ അൻസാക് ഡേയിൽ വേറൊരു സിമ്പിൾ എന്ന് പറയുന്നത് പോപ്പീസാണ്. പോപ്പീസ് ഫ്ലവർ. എൻ്റെ ഈ ഡ്രസ്സിൽ കാണുന്ന ഫ്ലവർ പോപ്പീസ് ഫ്ലവറാണ്. പിന്നെ റോസ്മേരി. ഇതൊരു റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ. ഈ പോപ്പി ഫ്ലവർ ആക്ച്വലി കാണിക്കുന്നത് അവരുടെ ആ ഒരു സാക്രിഫൈസിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോസ്മേരിയിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ശവകുടീരങ്ങളുടെ മേളിൽ സീഡ് വെതറി ആ പൂക്കളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ചെടികളെ നട്ടു വളർത്തുന്നത്. ഡൽഹിയിലെ മിക്ക സ്ഥലത്തും ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ സ്ട്രീറ്റ്സിൽ ആ കൗൺസിലുകാർ നട്ട് വളർത്തിയിട്ടുണ്ടാവും ഈ പോപ്പി സീഡ് ഇട്ട് പോപ്പീസ് ഫ്ലവർ. നമ്മൾ അൻസാക് ഡേ വിഷ് ചെയ്യുന്നത് ഒരിക്കലും ഹാപ്പി അൻസാക് ഡേ എന്നൊന്നും പറയാറില്ല. ലെസ് വി ഫർഗെറ്റ്, നമ്മൾ മറക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഒരു ആപ്തവാക്യമായിട്ട് പറയുന്നത്. അതില്ലെങ്കിൽ പറയും വി വിൽ റിമെമ്പർ. അങ്ങനെ ആ പട്ടാളക്കാരോടുള്ള ആദരവിനെ പല രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഈ രാജ്യത്ത് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനായിട്ട് അനുവദിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി ജീവൻ വെടിഞ്ഞ സോൾജേഴ്സിനോടുള്ള റെസ്പെക്റ്റും ഞാൻ രേഖപ്പെടുത്തുന്നു. സിറ്റിയിലൊക്കെ അൻസാക് ഡേ പരേഡുണ്ട്. അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നു. ലെസ് വി ഫർഗെറ്റ്.